പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യം. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ഇവിടെ ഞാൻ പറയാതെ തന്നെ ഇതിനെപ്പറ്റി അറിയാം. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ ചില ജീവിതങ്ങൾ കടന്നു വരണമെങ്കിൽ പല ശൂന്യതകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചെങ്കിൽ മാത്രമേ കടന്നു വരികയുള്ളൂ. എല്ലാം നഷ്ടപ്പെട്ട് കഷ്ടതകൾ പ്രയാസങ്ങളൊക്കെ കടന്നു വന്ന് ജീവിതത്തിൽ ഇനി ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് ചില ജീവിതങ്ങൾ കടന്നു വരും. അവരുടെ ഇടയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യും. പ്രിയമക്കളെ, ഈ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പത്രോസിനെ ഹല്ലേലൂയ വല കഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അന്ന് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതിരുന്ന പത്രോസ്, ഈ പത്രോസിൻ്റെ അടുക്കലേക്ക് യേശു ചെല്ലുകയാണ്. പ്രിയ മക്കളെ, യേശുവിൻ്റെ അടുക്കൽ ആര് ചെന്നാലും, യേശു ആരുടെ അടുക്കൽ വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവകൃപ അനുഭവിപ്പാൻ, നമ്മുടെ ശൂന്യതകൾ മാറിപ്പോകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവൻ ഗെന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരൻ ദൈവവചനം കേൾക്കേണ്ടതിനെ അവനെ തിക്കിക്കൊണ്ടിരിക്കെ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. നോക്കൂ, യേശു എവിടെ പോയാലും പുരുഷാരത്തിൻ്റെ തിക്കും തിരക്കുമാണ് കാണുവാൻ കഴിയുന്നത്. ഇവിടെയും ഹല്ലേലൂയ 2 പടക് കരയ്ക്ക് അടുക്ക് നിൽക്കുന്ന അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായി ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. ഹല്ലേലൂയ. ഈ പുരുഷാരത്തെ യേശു ഉപദേശിക്കുമ്പോൾ അവിടെ നിന്ന് ദൈവവചനം കേൾക്കുവാൻ പത്രോസിനും ഒരു വഴി ഒരുക്കുകയായിരുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ വചനം പത്രോസ് കേട്ടു. ആ ഹല്ലേലൂയ പത്രോസിലും വലിയൊരു വിടുതൽ നടന്നിട്ടുണ്ടാകാം. ഇവിടെ പുരുഷാരം തിക്കിത്തിരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഹല്ലേലൂയ തീർച്ചയായിട്ടും ഓരോ ജീവിതങ്ങൾക്കും അനുഭവം ഹല്ലേലൂയ ജീവിതത്തിൽ നന്നായിട്ടാണെന്ന് അറിയുമ്പോഴാണല്ലോ വചനം കേൾക്കുവാനും എവിടെയും പുരുഷാരം തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുന്നതും. ഇവിടെയും ഹല്ലേലൂയ പത്രോസും ഹല്ലേലൂയ യേശുവിൻ്റെ വചനം കേട്ടു വലിയൊരു ഉണർവിലേക്ക് തന്നെ ആയിത്തീർന്നു എന്ന് നമുക്ക് പറയാം. അവൻ്റെ ശൂന്യതകൾ മാറുവാൻ, ആ സങ്കടങ്ങൾ, ആ രാത്രി മുഴുവനും അധ്വാനിച്ചതിൻ്റെ ആ പ്രയാസങ്ങൾ മാറുവാൻ കാരണമായിത്തീരും. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവവചനങ്ങൾ പലരിൽ കൂടി കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കഷ്ടതകളും പ്രയാസങ്ങളും ഹല്ലേലൂയ മാറുന്നതായിട്ട്, ആ പ്രയാസങ്ങൾ വിട്ടുമാറുന്നതായിട്ട്, മനസ്സിൻ്റെ വിഷമതകൾ വിട്ടുമാറുന്നതായിട്ട് നമുക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഇവിടെ നോക്കൂ, അവൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് വല കഴുകിക്കൊണ്ടിരിക്കുന്ന ശീമോന്റെ പടകിലാണ് യേശു കയറിയതും യേശുവിൻ്റെ വചനം കേൾക്കുന്നത്. ഹല്ലേലൂയ. പിന്നീട് വചനമെല്ലാം കഴിഞ്ഞിട്ട് പറയുകയാണ്, യേശു ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പ്രിയ മക്കളെ, ഹല്ലേലൂയ, കർത്താവിൻ്റെ വാക്കിന് വില കൊടുത്താൽ നമ്മുടെ ശൂന്യതകൾ മാറുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. പുതിയതൊന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ ചില ശൂന്യതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ ഹല്ലേലൂയ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ നാം കൂടുതലായിട്ട് കർത്താവിനെ വിളിക്കുവാനിടയായിത്തീരും. യേശു അപ്പച്ചൻ നമ്മുടെ കരച്ചിൽ കേൾക്കുകയും കാണുകയും അറിയുകയും അതിന്മേൽ പ്രവർത്തിക്കുകയും ചെയ്യും. പ്രിയ മക്കളെ, ഇവിടെ ശൂന്യത മാറ്റുവാൻ യേശു അപ്പച്ചൻ പത്രോസിനോട് പറയാണ്, നീ ആഴത്തിലേക്കൊന്ന് വലയിറക്ക്. ഹല്ലേലൂയ.
അവർ അങ്ങനെ പറഞ്ഞതുപോലെ കേട്ടു. പ്രിയ മക്കളെ, ഇന്ന് അനുസരണം എത്ര പേരിലാണുള്ളത്? ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അവൻ ഹല്ലേലൂയ പത്രോസ് കേട്ടു. ഹല്ലേലൂയ. നോക്കൂ, എന്നിട്ട് മീൻകൂട്ടം അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. യേശുവിൻ്റെ വാക്കിന് നമ്മൾ ഹല്ലേലൂയ വില കൊടുക്കുമ്പോൾ അവിടെ ദൈവമഹത്വം വെളിപ്പെടും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ശൂന്യതകൾ മാറും. ഹല്ലേലൂയ. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. യേശുവിൻ്റെ വാക്ക് കേട്ട ഹല്ലേലൂയ ആ പടക് നീക്കി കർത്താവിൻ്റെ വചനമൊക്കെ കേട്ടപ്പോൾ ഹല്ലേലൂയ വല ഇറക്കുവാൻ പറഞ്ഞപ്പോൾ വല ഇറക്കിയപ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. അവൻ്റെ ശൂന്യതകൾ മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പലപ്പോഴും പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ പല ശൂന്യതകൾ കടന്നു വരുമ്പോൾ നാം ഭാരത്തിലേക്കല്ല ആകേണ്ടത്. കർത്താവ് എന്നെ പണിയുകയാണ്. എന്നെ ഹല്ലേലൂയ വീണ്ടും യേശുപ്പച്ചൻ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുവാൻ ഹല്ലേലൂയ അല്പസമയം ഒരു താഴ്ച അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു ഭാരം എൻ്റെ ജീവിതത്തിൽ തന്നതാണെന്ന് ഹല്ലേലൂയ ദൈവ പൈതങ്ങൾ ഓർക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ നമ്മൾ കർത്താവിൻ്റെ വാക്കിനെ ഹല്ലേലൂയ വല ഇറക്കണം. പ്രിയ മക്കളെ, ആ വാക്ക് അനുസരിക്കണം. ഹല്ലേലൂയ. ഇവിടെ അനുസരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ അവന് വേണ്ടുന്നിടത്തോളം ലഭിക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. അനുസരിച്ചാൽ ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഇടയായി തീരും. ഹല്ലേലൂയ. നേരത്തെയുള്ള പരാജയങ്ങളെല്ലാം മാറുവാനിടയായി തീരും. ഹല്ലേലൂയ. ദൈവവചനത്തിന് നമ്മൾ വാക്ക് കൊടുക്കണം. ദൈവിക വാക്കുകൾക്ക് നമ്മൾ വില കൊടുക്കണം. പ്രിയ മക്കളെ, നോക്കൂ, അവനോട് ഹല്ലേലൂയ കരയിൽ നിന്ന് അല്പം നീക്കുവാൻ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ പടക് നീക്കി, അതനുസരിച്ചു അവൻ. ഹല്ലേലൂയ. നോക്കൂ, ക്ഷമയോടെ കാത്തിരുന്നു. വീണ്ടും കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ അവൻ സമയം ചെലവഴിച്ചു. യേശു അപ്പച്ചന് വേണ്ടി വല ഹല്ലേലൂയ അതായത് പടക് നീക്കി ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, യേശുവിൻ്റെ വചനം കേൾക്കുവാൻ അവൻ ക്ഷമയോടെ കാത്തിരുന്നു. ഹല്ലേലൂയ. യേശുവിൽ അങ്ങ് വിശ്വസിച്ച് അവൻ ആഴത്തിലേക്ക് വല ഇറക്കി. പ്രിയ ദൈവമക്കളെ, അവിടെയാണ് ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കുന്നത്. നമ്മോടൊരു വാക്ക് പറഞ്ഞാൽ നാം അതനുസരിക്കുവാൻ നമ്മൾ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഇടയായി തീരണം. കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്നവർക്കാണ് ശൂന്യതകൾ മാറുവാൻ, അവരുടെ ഭവനത്തിലെ ഹല്ലേലൂയ വിഷയങ്ങൾക്ക് മറുപടിയായി തീരുവാൻ ഇടയായി തീരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് നോക്കൂ പ്രിയ ദൈവമക്കളെ, ഈ ശിമോന് മാത്രമല്ല അതിൽ നിന്ന് ഹല്ലേലൂയ അനുഗ്രഹം ലഭിച്ചത്. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. പ്രിയ ദൈവമക്കളെ, നമുക്ക് മാത്രമല്ല ഹല്ലേലൂയ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി അത് ഷെയർ ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് കൂടി അതിൻ്റെ പങ്ക് കൊടുക്കുവാൻ നാം ഉത്തരവാദിത്വമുള്ളവരാണ്. ഹല്ലേലൂയ. യേശുപ്പച്ചൻ ഹല്ലേലൂയ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ പ്രിയ മക്കളെ നമ്മുടെ ശൂന്യതകൾ മാറ്റുവാൻ യേശുപ്പച്ചന് കഴിയും. നമ്മുടെ മാത്രമല്ല മറ്റുള്ളവരെ കൂടെ നാം സഹായിപ്പാൻ വേണ്ടി നമുക്കിടയായി തീരും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, മറ്റുള്ളവരെ മാടി വിളിക്കുവാൻ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമുക്കും ഇടയായി തീരണം. എന്നിട്ടാണ് അവൻ ഹല്ലേലൂയ അവസാനം പറഞ്ഞിരിക്കുക, പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, ഭയപ്പെടേണ്ട. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ഹല്ലേലൂയ. യേശുപ്പച്ചൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച ഏതൊരു വ്യക്തിയും ഹല്ലേലൂയ പിന്നീട് അവിടെ തന്നെ ഇരുന്ന് വലയിറക്കി ഇരിക്കുവാനല്ല, യേശുവിൻ്റെ പിന്നാലെ പോകണം. ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചത് എങ്ങനെയാണ്, എവിടെ നിന്ന് ലഭിച്ചു, ആരിൽ നിന്ന് ലഭിച്ചു എന്ന് പറയുവാൻ നാം ഒരുക്കമുള്ളവരായി തീരണം. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വാക്കിന് നമ്മൾ വില കൊടുത്താൽ നമ്മുടെ ശൂന്യതകൾ മാറും. ഹല്ലേലൂയ. ദിവസങ്ങളെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന് വേണ്ടി നമ്മുടെ സമയങ്ങൾ വേർതിരിക്കാം. പ്രിയ മക്കളെ, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പല സംഭവങ്ങളും നമ്മളെ വിളിച്ചറിയിക്കുന്നത് ഹല്ലേലൂയ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവപ്പച്ച പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അനുഗമിച്ച് ജീവിക്കുന്നവരായി തീരാം. ദൈവസന്നിധി സമർപ്പിക്കാം. കർത്താവേ, ഇന്ന്
വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് വലിയ വിടുതൽ ഉണ്ടാകുവാൻ, അവരുടെ ശൂന്യതകളൊക്കെ മാറ്റിക്കൊടുക്കുവാൻ ദൈവശക്തനാണല്ലോ. വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും വലിയ വിടുതൽ ലഭിപ്പാൻ ദൈവം സഹായിക്കണം. കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ അപ്പച്ച ഓരോരുത്തരും ഒരുക്കമുള്ളവരായി യേശുവിന്റെ വരവിനെ നോക്കി പാർക്കുവാൻ ദൈവമേ ഇടയാക്കണമേ. കർത്താവ് അപ്പച്ച അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. വിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.